നമ്മുടെ ആ ഒരു കഴിഞ്ഞ സ്പെല്ലിൽ നമ്മൾ അനുഭവിച്ച, അതായത് മെയ് അവസാനം അനുഭവിച്ച ആ സ്പെല്ലിന് അത്രയും വരുന്നില്ല. മെയ് അവസാനം ഉണ്ടായിട്ടുള്ള ആ ഒരു ചെറിയ സ്പെല്ല് അത്രേ കാണത്തുള്ളൂ തൽക്കാലം. ഒരു ഒരാഴ്ചയോളം ശരിക്കും ആ രീതിയിൽ മാത്രമേ തുടരത്തുള്ളൂ. അതിശക്തമായ മഴയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ എന്നിരിക്കലും നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇപ്പോ പെട്ടെന്ന് ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും കഴിഞ്ഞ തവണത്തെ പോലുള്ള ഒരു കാറ്റിനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ. അപ്പോ ഈ വൃക്ഷങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ, ദുർബലമായ വൃക്ഷങ്ങളും മറ്റ് ഈ പോസ്റ്റൊക്കെ ഉള്ള സ്ഥലത്ത് അങ്ങനെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന്റെ സ്ട്രക്ചർ, ഇതൊരു ശരിയായ കാലവർഷം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ പൊതുവെ ഉണ്ടാകുന്നത് കാറ്റ് ഇതിൻ്റെ കൂടെ അനുബന്ധമായിട്ട് ഉണ്ടാകും. പിന്നെ ഈ നേരത്തെ ഉണ്ടായ പോലുള്ള ഒരു വെള്ളക്കെട്ടൊന്നും തൽക്കാലം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അത്ര ശക്തമായ മഴ അല്ല, അതിശക്തമായ മഴയല്ല. എന്നാൽ സാമാന്യം നല്ലതുപോലെ പെട്ടെന്ന് പെയ്ത് മാറുന്ന തരത്തിലുള്ള മഴയായിരിക്കും മിക്കയിടങ്ങളിലും പെയ്യാൻ പോകുന്നത്. തുടർച്ചയായിട്ടുള്ള മഴ തൽക്കാലം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നിരിക്കലും മലമ്പ്രദേശങ്ങളിൽ ഉള്ളവർ സൂക്ഷിക്കുക. കാരണം ഇതിന്റെ ഒരു പരിണതി എങ്ങനെയിരിക്കും എന്ന് നമുക്ക് ആ സമയത്ത് കാണുക എന്നുള്ളതാണ്. ഒരു റെഡ് അലേർട്ടോ അല്ലെങ്കിൽ അതേപോലുള്ള അത്രയും തീവ്രമായ ഒരു അവസ്ഥയൊന്നും തൽക്കാലം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ചെറിയ മാറ്റം കാണുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അല്പം തീവ്രത വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്കിപ്പോ പറയാൻ കഴിയുന്നത്. അപ്പൊ തീവ്രത എന്ന് പറയുമ്പോൾ മെയ് അവസാനം ഉണ്ടായ പോലുള്ള ഒരു വലിയ തീവ്രതയല്ല. പക്ഷെ എന്നിരിക്കലും പെട്ടെന്ന് പെയ്ത് മാറുന്ന ഒരു ശക്തമായ മഴ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം, പ്രത്യേകിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വേളയിൽ. അപ്പൊ ഈ സ്പെല്ല് ഇപ്പൊ തുടങ്ങുകയാണ്. കുറച്ചു നാളത്തേക്ക് ഇതേ രീതി തന്നെ ആയിരിക്കും തുടരുക. പിന്നെ കാറ്റ് ഉണ്ടാകും. കാരണം ഇത്ര ന്യൂനമർദ്ദത്തിന്റെ രൂപം കൊള്ളൽ കാരണം തീർച്ചയായിട്ടും കാറ്റുണ്ടാകും. ഈ കാറ്റുണ്ടാകുന്ന സമയത്താണ് മലമ്പ്രദേശങ്ങളിൽ ഉള്ളവർ സൂക്ഷിക്കേണ്ടത്. കാരണം കാറ്റ് ഉണ്ടാകുമ്പോൾ ഈ മേഘങ്ങളെല്ലാം അരികിലേക്ക് പോവുകയും അവിടെ നിന്ന് പെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം പശ്ചിമഘട്ടം ഈ മേഘങ്ങളെ തടഞ്ഞു നിർത്തി അവിടെ മഴ പെയ്യിക്കും. അപ്പൊ അങ്ങനെ അവിടെ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയും ഈ സമയത്ത് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഒരാഴ്ചത്തെ ഉണക്ക് കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മളിപ്പോ വീണ്ടും മഴയിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രക്ചേഴ്സിൽ ഉണ്ടാകും. അപ്പം ദുർബലമായിട്ടുള്ള വൃക്ഷങ്ങളും ഒക്കെ ഉള്ള ആ സ്ഥലത്തുള്ളവർ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഒരു കരുതൽ നടപടി വേണം. അതായത് രാത്രി യാത്രയൊക്കെ ചെയ്യുന്നവരൊന്ന് കരുതലോടെ ഇരിക്കണം. സ്കിഡിങ്ങിനുള്ള സാധ്യത തള്ളിക്കളയാൻ പാടില്ല. വണ്ടികളൊക്കെ സ്കിഡായി പോകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടും നമ്മൾ നോക്കണം. അതായത് നമ്മുടെ ചുറ്റുപാട് എന്തെങ്കിലും ദുർബലമായിട്ടുള്ള ഉണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ സാധ്യതയുള്ള മണ്ണിടിച്ചിന് സാധ്യതയുള്ള മേഖലകൾ ഉണ്ടെങ്കിൽ അത്തരം മേഖലകൾ മഴ പെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു സാച്ചുറേറ്റഡ് ആയിട്ട് വലിയൊരു മണ്ണിടിച്ചിനുള്ള സാധ്യത തൽക്കാലം കാണുന്നില്ല. എന്നിരിക്കലും കരുതിയിരിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോ ഏറ്റവും ചെയ്യാനുള്ള കാര്യം. ഈ ഒരാഴ്ച നമുക്ക് അടുത്ത ദിവസങ്ങൾ മുതൽ തുടങ്ങുന്ന മഴ ചെറിയ തോതിൽ തുടങ്ങി പിന്നീട് ഏകദേശം മാറിയതിനു ശേഷം പിന്നീട് ആയിട്ടാണ് കാണുന്നത്. നിലവിലെ ഒരു സാഹചര്യത്തിലൊക്കെ ആളുകൾക്ക് ഈ ഒരു പരിഭ്രാന്തിയൊക്കെ ഉണ്ടാകും. കാരണം നമുക്കറിയാം, ഒരു പ്രളയം ഉണ്ടായതാണ്, പ്രതീക്ഷിക്കാത്ത നേരത്തെ അങ്ങനെ ഒരു മഴയൊക്കെ പെയ്ത്. അപ്പോൾ ആളുകൾക്കെല്ലാം തന്നെ ഒരു ചെറിയൊരു അലേർട്ട് വരുമ്പോൾ തന്നെ ഒരു ഭയമാണ് ഉള്ളിൽ. ഇല്ല, അങ്ങനെ ഭയം വേണ്ട. തൽക്കാലം അങ്ങനെ ഒരു ഭയത്തിനുള്ള ഒരു സാധ്യത ഇവിടെ ഇല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അനുഭവിച്ചു വന്നിട്ടുള്ള കാലവർഷം പോലെ തന്നെയാണ് ഇനിയും ഉണ്ടാകാൻ പോകുന്നത്. അതിനിപ്പോ ഒരു ഭയാശങ്കകളുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ ഇപ്പം കുട്ടനാട്ടിലും മറ്റും അങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യത തൽക്കാലം കാണുന്നില്ല ഈ അടുത്ത ദിവസങ്ങളിൽ. പിന്നീട് നമുക്ക് ഈ ജൂൺ എൻഡിലെ മഴയൊക്കെ നമുക്ക് ജൂൺ 15-ാം തീയതി കഴിഞ്ഞിട്ടുള്ള മഴയാണ് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുകയാണ് എത്രത്തോളം തീവ്രമാകും എന്നുള്ളത്. തൽക്കാലം ഇപ്പോൾ കാണുന്നത് മെയ് അവസാനത്തെ പോലെ അത്ര തീവ്രത തൽക്കാലം കൈവരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വെള്ളക്കെട്ടുണ്ടാകുന്ന തീർച്ചയായിട്ടും ഈ മലനിരകളിൽ വെള്ളം കൂടുതൽ എത്തുമ്പോഴാണല്ലോ നമുക്ക് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കൂടുതൽ ഒഴുക്കും അവിടെ വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നദികളും ആറുകളും ഒക്കെ കരകവിഞ്ഞൊഴുകുകയൊക്കെ ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യം തൽക്കാലം നിലനിൽക്കുന്നില്ല. അല്പം വെള്ളം ഇറങ്ങിയ സമയമാണിപ്പോ. നേരത്തെ വെള്ളക്കെട്ടുണ്ടായ സ്ഥലത്തൊക്കെ അല്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് സമയമാണ്. അവിടെ അല്പം വർധനം ഉണ്ടാകുന്നുള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു നേരത്തെ പോലെ ഒരു അലാർമിംഗ് സിറ്റുവേഷൻ തൽക്കാലം ഉണ്ടാകാൻ പോകുന്നില്ല.
ഈ ഒത്തിരി അനാവശ്യ പ്രചരണങ്ങൾ വരുന്നുണ്ട്. സോറി, ഈ അതിശക്തമായ മഴ പെയ്യും അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രചരണങ്ങൾ വരുന്നുണ്ട്. അതൊന്നും നമ്മൾ കണക്കിലെടുക്കാതിരിക്കുക. അതായത് നമ്മുടെ സർക്കാർ ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ വൾണറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ അവർ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ ആ മേഖലകളിലുള്ളത് കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോ ആ രീതിയിലാണ് നമുക്ക് അടുത്ത രണ്ടാഴ്ച മുന്നോട്ട് പോകേണ്ടത്. പിന്നെ അതിന്റെ പരിണതി എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കണം. സാധാരണ ജൂണിൽ അത്ര വലിയ മഴ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ ജൂലൈയിൽ നമുക്ക് ആ പരിണതി ഈ ജൂൺ 21 കഴിഞ്ഞതിന് ശേഷമുള്ള മാറ്റങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. ജൂൺ 21, 22 കഴിഞ്ഞതിന് ശേഷം കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റം ഉണ്ടാകാൻ പോവാണ്. കാരണം ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യത്തിന്റെ തുടക്കമാകാൻ തുടങ്ങുകയാണ്. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് ഇവിടെ കൂടുതൽ മേഘങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സമയമെടുക്കും. ആ മേഘങ്ങൾ എത്തിച്ചേരുന്ന ഉടനെ നമുക്ക് ശരിയായ കാലവർഷം മഴ ലഭിക്കും. നമുക്കറിയാം ഏകദേശം 2000 മില്ലിമീറ്റർ ആണ് നമുക്ക് ഒരു കാലവർഷത്തിൽ ലഭിക്കുന്ന മഴ. സെപ്റ്റംബർ വരെ ഉള്ള സമയത്ത് നമുക്ക് ലഭിക്കുന്ന മഴ അത്രയാണ്. പടർന്ന് പെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ മുതൽ തന്നെ നല്ലപോലെ പടർന്ന് പെയ്യുകയാണെങ്കിൽ നേരത്തെ പോലെ ഒരു ദിവസം കൊണ്ട് അതിശക്തമായ മഴ പെയ്യുന്ന അങ്ങനെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഇത് ഒരു ഗ്യാപ്പ് വന്നിട്ട് പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില ഇടങ്ങളിൽ ചിലപ്പോൾ കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ കാലക്രമേണ ചിലപ്പോൾ ലഭിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എപ്പോഴും ഒരു ഗ്യാപ്പ് പെയ്യുന്ന മഴയെ നമ്മൾ സൂക്ഷിക്കണം. അതായത് ഗ്യാപ്പ് കഴിഞ്ഞ് പെയ്യുന്ന ശക്തമായ മഴയെ നമുക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.